ഹായ് ഐ ആം പ്രിൻറ്റോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുഖത്ത് ഒരു തെളിച്ചം വെട്ടമൊക്കെ വന്നിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ ക്ഷീണമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടോണിച്ചൻ്റെ വീട്ടിൽ വന്നു. ടോണിച്ചൻ ഇവിടെ നേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ നിശബ്ദത എന്നല്ലേ, ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഹലോ, ഒരു ഹായ് എന്ന്. ഹായ്. അവന് ക്യാമറ ഒന്നും അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഹായ് ഉണ്ടോടാ. ഹായ്. ഞങ്ങൾ രണ്ട് കുഞ്ഞു കുട്ടികൾ മാത്രം ഇവിടെ ബേബി സിറ്റിംഗ് ആണ്. ബാക്കി രണ്ട് വലിയ കുട്ടികൾ സ്കൂളിൽ വിടാനായിട്ട് പോയിട്ട് ഇവിടെ രാവിലെ ഇച്ചിരി അംഗമായിരുന്നു. 8:30 ബസ് വരും. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചു തന്നില്ല വീഡിയോയിൽ. അവരിന്ന് ഇച്ചിരി ലേറ്റായി പോയി. അതുകൊണ്ട് ഓടുമായിരുന്നു കേട്ടോ ബസ് കയറ്റി വിടാനായിട്ട്. അപ്പോൾ ഞാനും ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയും കൂടെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങളിവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ആപ്പിൾ തീർന്നോ? നീ വേണം ആപ്പിള്? കഞ്ഞി ഉണ്ടല്ലോ ഇന്നും. കഞ്ഞി മതി. ഇനി ഇവിടുന്ന് പോകുന്നിടം വരെ കഞ്ഞി മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. എടാ സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകണ്ടേ രാവിലെ? ഇവനങ്ങളുടെ ഇന്ന് രാവിലെ നമുക്ക് സ്കൂളിൽ കൊണ്ടുവിടാനുള്ളതാണല്ലോ. പോവില്ലേ? ചെറിയ മടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവൻ്റെ സ്കൂൾ അടുത്താണോ? തൊട്ടടുത്ത് തന്നെ നടക്ക. അതെ അല്ലേ? ആ അതെ അല്ലേ? എത്ര സമയമുണ്ട്? വൈകിട്ട് 6 മണി വരെ ഉണ്ട്. ഇരുന്നോളൂ അവിടെ. അതെ അല്ലേ? അല്ല സ്കൂളിൽ അവൻ ഇരുന്നോളൂന്ന് അവിടെ? കുഴപ്പമൊന്നുമില്ല, പിള്ളേരൊക്കെ ഉണ്ട്. അതെ അല്ലേ? ഇന്നത്തെ കഞ്ഞിയും മീൻകറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി, വയറ് സെറ്റായി. ഇപ്പോൾ ഓസ്ട്രേലിയ വന്ന പിന്നെ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്നത് കഞ്ഞിയും മീൻകറിയാണ് കേട്ടോ. നാട് ഒട്ടും മിസ് ചെയ്യുന്നില്ല. അതുങ്ങളെ കിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടുപോയേനെ. വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സിംഗപ്പൂർ എയർലൈൻസിൽ പോയ കുറെ ആൾക്കാർ. സിംഗപ്പൂർ എയർലൈൻസിൽ 43 പേരോളം ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. ഞാൻ മാത്രം. നമ്മളൊക്കെ പിന്നെ നാട്ടിലെ ഭക്ഷണം കഴിച്ച ഒരു സ്ട്രെങ്ത് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഉള്ള തട്ടുകളിലെല്ലാം പോയി ഭക്ഷണം കഴിച്ചിട്ട് അത്യാവശ്യം നാട്ടിലൊക്കെ മമ്മിയൊക്കെ സ്ഥിരം പറയുന്നതാണ്, നിൻ്റെ വയറ് നീ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചിട്ട് മൊത്തം. അപ്പോൾ അത് കഴിച്ചൊരു ഉപകാരമായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. നമുക്ക് ചെറിയ സ്ട്രെങ്ത് ഒക്കെ ഉള്ളതുകൊണ്ട് പിടിച്ച് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനും ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോകേണ്ട വന്നേനെ. കുറെ നമ്മുടെ ഓക്കെ. അപ്പോൾ നമ്മുടെ ട്രിപ്പിന് മുന്നോടിയായിട്ട് കുറേ സ്റ്റിക്കേഴ്സുമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ടല്ലോ നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട്. പിന്നെ ഫ്രൈഡേ ഫ്ലാഗ് ഓഫ്. അപ്പൊ ഇന്ന് ഏതാ ദിവസം? എൻ്റെ ഒരു 1-2 ദിവസമൊക്കെ എൻ്റെ പോയി. ഇന്ന് ബുധനാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പൊ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമുക്ക്. ഓക്കെ. നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാ പരിപാടി. ഫ്ലാഗ് ഓഫ്, ചെറിയ ബാർബിക്യൂ. ഓക്കെ. എന്നിട്ട് എല്ലാവരും സ്പോൺസേഴ്സ് എല്ലാം വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ലൈവ് വീഡിയോ അല്ലാത്തതുകൊണ്ട് നിങ്ങളാരും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവൈറ്റേഷൻ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവരൊക്കെ വരുന്നതനുസരിച്ച് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനൊന്ന് സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ.